സാറേ നമസ്കാരം. നമസ്കാരം. വാ, വന്നിരിക്കും. പിന്നെ ഞാൻ തങ്കപ്പൻ, അച്ഛനിട്ട പേര്. അച്ഛൻ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നോ ആവോ ആവോ. അത് കൊള്ളാം. സ്വന്തം പിതാവ് എന്ത് ചെയ്യുന്നെന്ന് പോലും അറിയില്ല. സാറേ അങ്ങേര് മരിച്ചിട്ട് കൊല്ലം 10-20 ഓ, ഐ എം റിയലി സോറി തങ്കപ്പ. സാറിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് അല്ലേ കുടുക്കിപ്പാടത്ത് നടക്കുന്നത്? അതെ. സാർ തന്നെയല്ലേ പ്രൊഡ്യൂസർ സതീഷ് ചന്ദ്രൻ? അതെ അതെ. എന്നാ തങ്കപ്പ വിശേഷം? പിരിവ് വല്ലതും ആണെങ്കിൽ എന്റെ മാനേജറെ കണ്ടാൽ മതി. സാറേ പാട്ട് സീനാ ഷൂട്ട് ചെയ്യുന്നല്ലേ? ആ, സോങ്ങിന്റെ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലും മഞ്ജുവും തമ്മിലുള്ള ലവ് സീൻ. ആ, ഞാൻ അതിൽ വന്ന് പോയിരുന്നു. ഓ, വെരി ഗുഡ്. ഓ സോറി, ചോദിക്കാൻ മറന്നുപോയി. തങ്കപ്പൻ എവിടെ വർക്ക് ചെയ്യുന്നു? എനിക്ക് ഗേറ്റ് ഇറക്കാം സാറേ. ഓ, എവിടെ? കൊച്ചിയിലോ കോഴിക്കോടോ? അല്ല സാറേ, ഞാനൊരു അട്ടിമറിക്കാരനാന്നേ. ഓ, വെരി വെരി ഗുഡ് തങ്കപ്പ. തൊഴിലെടുത്ത് ജീവിക്കുന്നവരോട് എനിക്ക് വലിയ ബഹുമാനമാണ്, മതിപ്പാണ്. സാറിന്റെ ടൈം ബെസ്റ്റ് ടൈമാ. സിനിമ റിലീസ് ചെയ്തതിന് മുമ്പ് ഭയങ്കര പരസ്യമല്ലേ, എവിടെ നിന്നൊക്കെ ആൾക്കാർ ഷൂട്ടിങ്ങിനാണ് ഓടിയെത്തുന്നത്. അത് ലാലിനെ മഞ്ജുവിനെയും കാണാനുള്ള തിരക്കാ തങ്കപ്പ. ലോകത്തിലെ തന്നെ നമ്പർ 1 താരങ്ങളല്ലേ ലാലും മഞ്ജു? ആയിരിക്കാം. ലാലും മഞ്ജുവും മത്സരിച്ച് അഭിനയിക്കുന്നെന്നാ ഡയറക്ടർ പറയുന്നത്. അവര് മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ട്, അതൊക്കെ അവരുടെ കാര്യം. അതല്ലല്ലോ തങ്കപ്പന്റെ വിഷയം. പിന്നെ എന്താണോ തങ്കപ്പന്റെ വിഷയം? അതായത് ആ പാട്ട് സീനിൽ ലാൽ മഞ്ജുവിനെ എടുത്ത് പൊക്കുന്നുണ്ട്, പൊക്കിയെടുത്തോണ്ട് ഓടുന്നുണ്ട്, ഓട്ടത്തിനിടയ്ക്ക് പലയിടത്തും ഇറക്കി വെക്കുന്നുണ്ട്. പാട്ടല്ലേ, ജനങ്ങളെ എങ്ങനെയൊക്കെ കയ്യിലെടുക്കാമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഡയറക്ടർ ജബ്ബാർ മയ്യത്തായി. ജബ്ബാർ മിക്കവാറും മയ്യത്തായേ ഇവിടുന്ന് പോകും. മനസ്സിലായി. തങ്കപ്പൻ എന്താ ഉദ്ദേശിക്കുന്നത്? ലാല് മഞ്ജുവിനെയും വലിച്ചുകൊണ്ട് പാറപ്പുറത്ത് വലിഞ്ഞു കയറുവോ, അവിടുന്ന് കീഴോട്ട് ചാടുവോ, കൈയും കാലും ഒടിക്കുകയോ ഒക്കെ ചെയ്തോട്ട്, അതൊന്നും തങ്കപ്പന്റെ വിഷയമല്ല. പിന്നെ പറഞ്ഞല്ലോ ഞാനൊരു അട്ടിമറിക്കാരനാന്ന്. ആ അതെ. മഞ്ജുവിനെ ലാൽ എടുക്കാനോ എടുത്തുകൊണ്ട് നടക്കാനോ മറ്റൊരിടത്ത് കൊണ്ട് വെക്കാനോ ഒന്നും ഞങ്ങൾ സമ്മതിക്കില്ല. അതൊക്കെ ഞങ്ങൾ അട്ടിമറിക്കാരുടെ അവകാശമാണ്. പ്രൊഡ്യൂസർക്ക് മനസ്സിലായോ? അല്ലാതെ അതിനുള്ളിൽ കൈകടത്താൻ ഒരു നടനെയും സംവിധായകനെയും ഞങ്ങൾ അനുവദിക്കില്ല. ഇത് തുടരാനാണ് ഭാവമെങ്കിൽ ജബ്ബാർ മിക്കവാറും മയ്യത്തായേ ഇവിടുന്ന് പോകും. ഞാനേ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോവാ. തങ്കപ്പൻ സാറ് വരുന്നുണ്ടെന്ന് ആ ഡയറക്ടറോടൊന്ന് വിളിച്ച് പറഞ്ഞേരെ. ഹലോ, ഓൾ ലൈറ്റ്സ് ഓഫ്. പാളയ മാർക്കറ്റിലെ റിട്ടയർഡ് അട്ടിമറിക്കാരൻ വേലപ്പനോടാ അവന്റെ അഭ്യാസം.